സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയപ്പോഴേ ഫിഷിന്റെ സെക്ഷനിലോട്ട് ചുമ്മാ ഒന്ന് ചെന്ന് നോക്കിയതാ. അപ്പതാ അവിടെ ഇരുന്ന ഒരാൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ അവനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചതാ 1 കിലോ ഇങ്ങ് മേടിച്ചോണ്ട് പോകുന്നു കേട്ടോ. ആള് നല്ല മുഴുത്തതാണേ. കുറെ നാളായി ഇതുപോലത്തെ വലിയ ചെമ്മീൻ കിട്ടിയിട്ട്. അപ്പതാ ചെമ്മീനൊന്ന് പൊളിച്ചിട്ട് കുറച്ചധികം ചെമ്മീൻ എടുത്തങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കാരണം ഒരു ബിരിയാണിയും കൂടെ തട്ടിക്കൂട്ടി എടുക്കണം. പിന്നെ നമുക്ക് ഇന്നത്തേക്ക് അയിലയും കൂടെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ എല്ലാം കൂടെ എന്തിനാന്ന് വിചാരിച്ചു. അങ്ങനെതാ കുറച്ച് നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞൊക്കെ എടുത്തു. നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ ഇങ്ങോട്ട് എടുത്തു. ഇന്നിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടമെടുത്തൊരു റെസിപ്പിയാണ്. നമ്മുടെ ഷെഫ് പിള്ളയുടെ വൈറലായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇല്ലേ, അതാണ് സംഭവം. കുറേ നാളായി ഒന്ന് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാ ഇന്ന് വലിയ ചെമ്മീൻ കിട്ടിയപ്പം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഉലുവായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. എന്നിട്ട് നല്ല നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നിറയെ കുഞ്ഞുള്ളി കേട്ടോ, ഒരുപാട് കുഞ്ഞുള്ളി ഇട്ടോ. അത്ര ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറേ കുഞ്ഞുള്ളി ഇട്ടായിരുന്നു. ഇനി കുഞ്ഞുള്ളി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ചാൽ നന്നായിട്ട് വഴണ്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വഴറ്റി നല്ലപോലെ ആക്കിയിട്ട് ഇതുപോലെ സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ആ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ആ ഉള്ളിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി അങ്ങോട്ട് ഒതുക്കി വെക്കാം. ഇനി നമുക്ക് തക്കാളി ചേർക്കാനുള്ള സമയമായി. അപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് തക്കാളി ആ സൈഡിലോട്ട് വെച്ച് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഒട്ടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതെല്ലാം ഒന്നും കൂടെ ഉടച്ചു കൊടുത്തിട്ട് നല്ലപോലെ ആ ഉള്ളിയുമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ തിന്നാൻ കുത്തിയായിട്ട് വയ്യ. ഇനി ഇതിങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. വെച്ചല്ല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അടച്ചങ്ങ് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ചെമ്മീനും ഉള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എൻ്റെ പൊന്നേ ഞാനീ പറയുന്ന വെറുതെ അല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ആക്കി കൊടുക്കുക. കാണുമ്പോൾ എന്താ വെളുത്തിരിക്കുന്നതെന്നൊക്കെ തോന്നും. വെയിറ്റ് ചെയ്തോ, അടിപൊളിയായിട്ട് വരും കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വീണ്ടും വഴറ്റുക. ഇനി ആ ചെമ്മീനും ഉള്ളി എല്ലാം കൂടെ ഈ ഒരു നിറത്തിലോട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നടുക്കോട്ടൊരു കുഴി അങ്ങ് കുഴിച്ചിട്ട് അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നല്ലപോലെ അടച്ച് വെച്ച് അങ്ങോട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഇമ്മാതിരി സാധനം നമ്മുടെ കയ്യിലോട്ട് കിട്ടും. എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാമോ? അടിപൊളിയായിരുന്നു. ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്നങ്ങനെ വെന്ത് വരുമ്പോൾ ആ ചെമ്മീൻ്റെ ഒരു രുചിയുണ്ടല്ലോ. അയ്യോ എൻ്റെ അമ്മ, എനിക്ക് പറയാൻ വയ്യ. എന്താ എൻ്റെ വായി കൂടെ വെള്ളം ഒലിക്കും കേട്ടോ. ഇത് കണ്ടപ്പോൾ 2 പേർക്കും ചോറ് മതി. ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു, എന്നാലും ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ലപോലെ അങ്ങോട്ട് ഉരുട്ടി ചോറ് വാരി അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, ബൈ.